പാട്ട് പാടും കൊനിച്ചിവ. അങ്ങനെ നമ്മുടെ 3 ദിവസത്തെ ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസം നമ്മൾ യാത്രയായി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കമികൊച്ചി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഒരുപാട് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ പോയിട്ടുള്ള സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട് പോവാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് കേട്ടോ. ഈ ട്രിപ്പ് തുടങ്ങിയപ്പോൾ ഒരു ഡൗട്ടായിരുന്നു ഈ കുഞ്ഞു കുട്ടികളുടെ ബേബി കാർ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കമികൊച്ചിയിൽ ഒരുപാട് ഇങ്ങനെ കല്ലും മണ്ണൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ സ്ട്രോളർ ഉന്താൻ കുറച്ച് ഡിഫിക്കൽട്ട് ആവും എന്നാണ് കേട്ടത്. എന്നാൽ പോലും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികളെയും വെച്ചിട്ട് ഉച്ച നേരത്തൊക്കെ ചിലപ്പോൾ അവർക്ക് ഉറക്കം വന്നാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. പോകുന്ന വഴിയിലുള്ള യാത്രകൾ അത്രയും ഭംഗിയാണ് കേട്ടോ കാണാൻ. അധികം കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. നല്ല നീലാകാശവും 2 സൈഡിലും ഇങ്ങനെ പാടങ്ങളും പഴയ ടൈപ്പിലുള്ള വീടുകളൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. ഈ ട്രിപ്പിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഫാമുകളൊക്കെ കാണുമ്പോൾ ഒന്ന് നിർത്തി അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു. ഒരുപാട് പച്ചക്കറി തോട്ടങ്ങളും വാട്ടർ മെലോണൊക്കെ ഉണ്ടായി ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ പാടത്തൊക്കെ. അപ്പോൾ അവിടെയൊക്കെ അതൊക്കെ കാണുമ്പോൾ ഒന്ന് നിർത്തി ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹം തോന്നി. പക്ഷെ നമുക്ക് ഒട്ടും സമയമില്ലാത്ത പോലെയായിരുന്നു. നമുക്ക് ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തണമല്ലോ നേരത്തിന്. തിരിച്ചു വരുമ്പോൾ ഇരുട്ടായിട്ടുണ്ടാവും, അപ്പോഴേക്കും അതൊക്കെ അടച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് ഹറിബറി ആയി. പിന്നെ കാമിക്കൊച്ചിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനങ്ങൾ മാത്രമേ അവിടെ പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ 3 കാറിലായിട്ടാണ് വന്നത്. അത് നമ്മളൊരു സ്പോട്ടിൽ പാർക്ക് ചെയ്തതിന് ശേഷം അവരുടെ ബസ്സിൽ വേണം നമ്മൾ പോകാൻ. അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം കേട്ടോ. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പണി കിട്ടിയത് നമ്മൾ പീക്ക് വെക്കേഷൻ ടൈമിലാണല്ലോ വന്നത്. 2 മണിക്കൂർ എടുത്തു കാർ പാർക്കിങ്ങിന്. അപ്പോൾ കാറ് ഓടിക്കുന്നവർ മാത്രം കാറിലിരുന്നിട്ട് ബാക്കി എല്ലാവരും ഇറങ്ങി നേരത്തെ ബസ്സിൽ കയറി സ്പോട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പീക്ക് ടൈമിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കാറ് ഒഴിവാക്കിയിട്ട് സാധാരണ ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ട് ഇവരുടെ ബസ്സിൽ കയറിയിട്ട് ഈ സ്പോട്ടിലേക്ക് വരാവും കുറച്ചും കൂടി ബെറ്റർ. കാർ പാർക്കിങ്ങിനെ എടുത്തത് 2 മണിക്കൂറിൽ മേലെയാണ്. അത്രയധികം ടൈം ചുമ്മാ വേസ്റ്റായി പോയി. നമ്മൾ കുറച്ചും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടയിലൊരു സ്റ്റോപ്പിൽ ഇറങ്ങി കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് നടന്ന് ഈ ഒരു സ്പോട്ടിലേക്കൊക്കെ വരായിരുന്നു. പക്ഷെ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പിലേക്കാണ് കേട്ടോ ഇറങ്ങിയത്. അവിടെ അടിപൊളി വ്യൂ ആണ്. ഇത് കാണാനാണ് നമ്മൾ വന്നത് കേട്ടോ. ഇത്ര പീക്ക് സമ്മറായിട്ട് പോലും ഒട്ടും ചൂടില്ലാണ്ട് നല്ലൊരു കാലാവസ്ഥ. ഈ ഒരു ടൈമിൽ ഇത് പോയി കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല നല്ല സൺലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. സൺലൈറ്റൊക്കെ വേണം, എന്നാലാണ് ആ ഭംഗി ഉണ്ടാവുക. ഭാഗ്യത്തിന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബാക്കിലുള്ള ഒരു പാലവും മൗണ്ടനും എല്ലാം കൂട്ടിയുള്ളൊരു ഫോട്ടോ കിട്ടും കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇരുത്തിയിട്ടൊരു ഫോട്ടോയ്ക്ക് ട്രൈ ചെയ്യാണ്. ഓരോ വഴിക്ക് എനിക്ക് പോകും. എന്നാലും നമുക്ക് നല്ലൊരു ക്ലിക്കൊക്കെ കിട്ടി കേട്ടോ. ബാക്കിൽ കാണുന്ന ഹാങ്ങിങ് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അടുത്ത സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ പോലെ വെള്ളത്തിൽ ഇറങ്ങാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആയിട്ടാണ് നമ്മുടെ ജിക്കുട്ടൻ നിൽക്കണം. ജിക്കുട്ടിന് വെള്ളം എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വല്ല ക്രോക്സോ വെള്ളത്തിലിടാൻ പറ്റുന്ന വല്ല ചെരുപ്പോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആവും. ഇങ്ങനെ കല്ലുമ്പോൾ കൂടെ നടക്കണത് അത്ര സുഖമുള്ള കാര്യമായിരുന്നില്ല. പിന്നെ ഷൂവും സോക്സൊക്കെ ഇട്ട് ഊരലും ഇടലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഈ വെള്ളം എന്ന് വെച്ചാൽ നല്ല കാല് വേദനയ്ക്കണ തണുപ്പാണ് കേട്ടോ. ഈ കുട്ടി പട്ടാളങ്ങൾക്ക് കാലിനൊരു വേദനയും തണുപ്പും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അവർ മാക്സിമം എൻജോയ് ചെയ്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി കയറ്റിയതിന് ശേഷം അവർക്ക് കുറച്ച് സ്നാക്സൊക്കെ കൊടുത്ത് സെറ്റാക്കുകയാണ് കേട്ടോ. ഇതുവരെ നമ്മളെ കാറ് പാർക്ക് ചെയ്തവർ വന്നിട്ടില്ല. ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ ഇവിടെ കാഴ്ചകൾ. ട്രക്കിംഗ് ആണ് മെയിനായിട്ട്. പക്ഷേ നമുക്ക് ഈ കുഞ്ഞുകുട്ടികളെയും വെച്ചിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബേബി കാറൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. നീങ്ങുന്നില്ലായിരുന്നില്ല. കുറച്ച് നടന്ന് നോക്കി. അപ്പോൾ കുറച്ച് പേര് പോയി കണ്ടു. നമ്മൾ പിന്നെ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റ് തപ്പി നടന്നെങ്കിലും കുറേ സ്ഥലത്തൊക്കെ ഫുഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ക്യൂ അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി. അപ്പോൾ അവിടെ നല്ല ഫുഡായിരുന്നു കേട്ടോ. ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. എല്ലാവർക്കും പറ്റിയ ഫുഡൊക്കെ കിട്ടി. വെജിറ്റേറിയൻ ഫുഡൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റൈസ്, സൂപ്പ്, സാലഡ് അങ്ങനത്തെ ഐറ്റംസും. പിന്നെ ഞാൻ ഈ ഒരു സ്പെഗറ്റിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു.
ഈ കാണുന്നത് തിരിച്ചു പോകാനുള്ളവരുടെ ബസ്സിന്റെ ക്യൂ ആണ് കേട്ടോ. ഇത് ഉച്ചയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് ഈ ക്യൂ. നമ്മൾ വൈകുന്നേരം വരെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. 5:30ക്കാണ് നമ്മുടെ ലാസ്റ്റ് ബസ്. അവരോട് പോയി അന്വേഷിച്ചപ്പോൾ ലാസ്റ്റ് ക്യൂവിൽ നിൽക്കണ എല്ലാവരെയും അവർ തിരിച്ചു കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 5:30ക്ക് ഒന്നും പോകാൻ പറ്റിയില്ല നമുക്ക്. നമ്മൾ അത്ര അധികം നേരം ക്യൂ നിന്നിട്ട് ഒരു 6:30 ആയപ്പോഴാണ് നമുക്ക് ബസ്സിൽ കയറാൻ തന്നെ പറ്റിയത്. കമിക്കൊച്ചിയില് നല്ലൊരു ക്ലൈമറ്റ് ആയ കാരണം ക്യൂ നിന്നെങ്കിലും അത്ര ഉഷിച്ചല് തോന്നിയില്ല കേട്ടോ. വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാരും കൂടി വർത്താനം പറഞ്ഞൊക്കെ നിന്ന് അങ്ങനെ ആ ഒരു ദിവസം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു കേട്ടോ. പിറ്റേ ദിവസം 3-ാമത്തെ ദിവസം നമ്മൾ പോകാൻ പോണത് ശിരക്കാവോഗമാണ്. അപ്പൊ അതിനു വേണ്ടി എല്ലാരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. 3-ാമത്തെ ദിവസം നമുക്കുള്ള പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടും കൂടി വെക്കേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇറങ്ങാനായിട്ട് കേട്ടോ. അപ്പൊ എല്ലാം ക്ലീൻ ഒക്കെ ആക്കി എല്ലാ സാധനങ്ങളും മറക്കാണ്ടൊക്കെ എടുത്ത് ഒക്കെ പാക്ക് ചെയ്തൊക്കെ ഇറങ്ങണല്ലോ. അങ്ങനെ നമ്മള് ഫ്യൂലൊക്കെ അടിച്ചിട്ട് നമ്മുടെ ശിരക്കാവുകൾക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞു ഇങ്ങനെ ഫ്യൂലൊക്കെ അടിച്ചു കഴിയുമ്പോഴേ അവരെല്ലാ ഗ്ലാസും നല്ല തുടച്ച് വൃത്തിയാക്കുന്നു കേട്ടോ. അത് നല്ലൊരു കാര്യമാണ് അല്ലേ. ഒക്കെ ഫ്രീ സർവീസ് ആണ് കേട്ടോ. ഇവിടുത്തെ യാത്രയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ ടണലിൽ കൂടെ ഉള്ള യാത്രയായിരുന്നു. ഇത്ര നീളമുള്ള ടണലിൽ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് പോണത്. ഒരു 11 കിലോമീറ്റർ നീളമുള്ള ടണൽ വരെ ഉണ്ടായിരുന്നു. ഇത്ര അധികം ടണൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ശിരക്കാവുക എന്ന് പറഞ്ഞ സ്പോട്ട് എത്താറായിട്ടുണ്ട്. അതിന്റെ ഭംഗിയൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ കാണാനുണ്ട്. പഴയ പഴയ ബിൽഡിങ്ങുകളും പാടങ്ങളും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെയും വണ്ടി പാർക്ക് ചെയ്യാൻ ക്യൂവിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മള് ഗൂഗിൾ മാപ്പ് വഴി ഏതോ ഒരു ഷോർട്ട് കട്ടൊക്കെ തപ്പിപ്പിടിച്ച് എന്തോ ഊടുവഴി കൂടെ ഒക്കെ പോയി നമ്മള് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടോ. നമ്മുടെ 2 കാറിനെ എത്താൻ പറ്റിയുള്ളൂ. ഒരു കാറ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത് കേട്ടോ. കാറിലിരുന്ന് കാർ പാർക്കിങ്ങിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം, നീലാകാശവും പച്ചപ്പും കുടിലുകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടേക്ക് പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി. കാറ് തുറന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഈശ്വര കരിഞ്ഞു പോണ ചൂടായിരുന്നു കേട്ടോ. തലേദിവസം എന്തായിരുന്നു അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഭയങ്കര ചൂടുള്ള സ്ഥലം കേട്ടോ. ഇവിടെ ആണെങ്കിൽ വിന്ററില് നമുക്ക് വണ്ടർലാൻഡ് എന്ന് പറയാം. അത്രയ്ക്ക് മഞ്ഞ് നല്ല കട്ടിയിൽ വീഴുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പൊ 2 സീസണിലും നമുക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാം, സമ്മറിലും വിന്ററിലും. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ 3-ാമത്തെ ദിവസം നമ്മൾ വന്നിരിക്കുന്നത് ശിരക്കാവാഗോയിലാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ഈ ശിരക്കാവാഗോ എന്ന് പറയുന്നത് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് വില്ലേജ് ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്രാമീണ ഭംഗിയാണ്. പാടം, അതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഹട്ടുകൾ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇതൊക്കെ ഒരു പ്രൈവറ്റ് ഹൗസുകളാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഒന്നും അകത്ത് കയറാൻ പറ്റില്ല, പെർമിഷൻ ഇല്ലാണ്ട്. നമുക്കിങ്ങനെ ചുറ്റി നടന്ന് കാണാനേ പറ്റുള്ളൂ. പഴയ കാലത്തുള്ള വീടുകൾ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇവിടുത്തെ വീടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ റൂഫ് തന്നെയാണ്. നല്ല കട്ടിയിൽ പുല്ല് മേഞ്ഞിട്ട് അത്രയും ചെരിഞ്ഞിട്ടാണ് ഇതിന്റെ റൂഫ് പണിതിട്ടുള്ളത് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ വിന്റർ ടൈമിൽ നല്ല കട്ടിയിലാണ് മഞ്ഞ് വീഴുക. ഈ ഒരു പച്ചപ്പും കാര്യങ്ങളെല്ലാം ഇത് മൊത്തം വൈറ്റ് ആവും കേട്ടോ. അത് കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. അപ്പൊ ആ ഒരു ടൈമിൽ അത്രയും മഞ്ഞ് വീഴ്ചയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ചെരുവില് ഈ ഒരു റൂഫ് പണിതിട്ടുള്ളത്. സന്യാസിമാര് പ്രാർത്ഥിക്കുമ്പോൾ കൈ കൂപ്പൂലേ, ആ ഒരു ഷേപ്പിലാണ് ഇതിന്റെ റൂഫ് പണിതിട്ടുള്ളതെന്നാണ് പറയണത്. നമ്മൾ കുറച്ച് നടക്കും, എന്തെങ്കിലും ഒരു തണല് കാണുമ്പോൾ അവിടെ കയറി ഇരിക്കലായിരുന്നു കേട്ടോ. അത്രയ്ക്കും കരിഞ്ഞു പോണ വെയിലായിരുന്നു. പിന്നെ നമ്മുടെ 3-ാമത്തെ കാറിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങും കൂടിയാണ്. അപ്പൊ നമ്മുടെ നേരെ അടുത്ത് തന്നെ ഒരു ഐസ്ക്രീം കട ഉണ്ട്. ഐസ്ക്രീം കട കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലെ, പഴയൊരു തറവാട് പോലെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ഐസ്ക്രീം ഒക്കെ മേടിച്ച് നമ്മൾ കഴിച്ചു കേട്ടോ. അപ്പൊ ഐസ്ക്രീം കിട്ടിയപ്പോ എന്തോ മരുഭൂമിയിൽ വെള്ളം കിട്ടിയ കണ്ട ഒരു സന്തോഷമായിരുന്നു. അത്രയ്ക്കും ആശ്വാസമായി കേട്ടോ കുറച്ചൊരു തണുപ്പൊക്കെ കഴിച്ചപ്പോ.
ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആണ്, അങ്ങോട്ട് കയറി ചെല്ലരുതെന്നൊക്കെ ഒരു നോട്ടീസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചില വീടുകളിലൊക്കെ നമുക്ക് പെർമിഷൻ എടുത്ത് കയറി അകത്തൊക്കെ കാണാൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മളൊന്നും കയറാൻ നിന്നില്ല, നമ്മളിങ്ങനെ നടന്ന് കാണുകയാണ് ചെയ്തത്. പിന്നെ ഇവിടെ അത്രയധികം സമയം സ്പെൻഡ് ചെയ്ത് ഒരു ഫുൾ ഡേ ഒന്നും സമയം സ്പെൻഡ് ചെയ്ത് കാണാനുള്ള കാഴ്ചകളില്ല. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ ഈ പാടങ്ങളും വീടുകളും തന്നെ. അത് നല്ല രസമാണ്. പിന്നെ ഇവിടെ മിസ്സാക്കാണ്ട് കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ടോപ്പ് വ്യൂ ഉണ്ട്. അതൊരു കുത്തനുള്ള മല മുകളിലോട്ട് കയറി അവിടെ നിന്ന് കാണണം. അപ്പൊ ഒരൊറ്റ ഫ്രെയിമിൽ ഈ വീടുകളും ഈ പാടങ്ങളും ഒക്കെ നല്ല രസത്തിൽ കാണാം. പക്ഷെ അത് കയറണമെങ്കിൽ നല്ല പണി തന്നെയാണ് കേട്ടോ. അവിടെ സോവനീർ ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ കുറച്ച് നേരം കയറി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ ഷിരക്കാവോഗോന്റെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഇത്തരത്തിലുള്ള ക്യാപ്പ് കണ്ടപ്പോൾ ഒന്ന് വെച്ച് നോക്കണം എന്നൊരു ആഗ്രഹം തോന്നി. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മുടെ പാടത്തിന്റെ നടുക്ക് കൂടെ നടക്കുക എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചിരിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എനിക്ക് ഇവിടെ വന്നപ്പോൾ തുടങ്ങിയുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ ഇടയിൽ കൂടെ നടക്കണമെന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്, അങ്ങനെ നടക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ഇറങ്ങി നടക്കുന്നത് ശരിയാണോ എന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. അത്ര റെസ്ട്രിക്റ്റഡ് ഏരിയാസിലൊക്കെ അവരിങ്ങനെ വള്ളി കെട്ടി വെച്ചിട്ടുണ്ട്, അവിടേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി നമ്മളിതാ ആ മല കയറാൻ പോവാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് മിസ്സാക്കരുത്. എന്തായാലും നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും കഷ്ടപ്പെട്ട് ആ മലയൊക്കെ കയറി. ചൂടായത് കൊണ്ടാണ് കേട്ടോ, അത്രയും ടയേർഡ് ആവും നമ്മൾ അത് കയറി വരുമ്പോഴേക്കും. മുകളിൽ എത്തിയിട്ടുള്ള വ്യൂ ദേ ഇതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വീഡിയോയിലേക്ക് അത്ര ഭംഗി ഒന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു, ഞാനുള്ള മൊബൈലിലാണല്ലോ എടുത്തത്. അപ്പൊ അതിൻ്റെതായ ആ ഒരു ക്വാളിറ്റി കുറവൊക്കെ ഉണ്ടാവും. പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇവിടെ വന്നില്ലെങ്കിൽ അത് ശരിക്കും മിസ്സായേനെ. അങ്ങനെ നമ്മുടെ മുകളിലത്തെ കാഴ്ചകളും കണ്ട് തിരിച്ച് മല ഇറങ്ങാണ് കേട്ടോ. അപ്പൊ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചിനി നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ വിശന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് ഒരു 7-Eleven നിർത്തി, കൺവീനിയൻസ് സ്റ്റോറിൽ നിർത്തിയിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് സ്റ്റോർ ചെയ്തു. നമുക്കൊരു 7 മണിക്കൂറോളം യാത്രയുണ്ട് തിരിച്ച് വീട്ടിലേക്ക്. ഡിന്നർ അവിടെ എത്തിയിട്ട് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാനാണ് കേട്ടോ പ്ലാൻ. പിന്നെ നമ്മൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീടെത്തിയപ്പോൾ 12 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.